ഇതുപോലെ ഒന്ന് കൂടണമെങ്കിൽ നീ ഇനി സൗത്ത് ആഫ്രിക്കയിലേക്ക് വരേണ്ടി വരും. ഈ പോളി ഇതെവിടെ പോയി കിടക്കുക? നീ നാളെ എയർപോർട്ടിലേക്ക് വരില്ലേടാ? ഇല്ല, നാളെ നമ്മുടെ കോടതിയിലെ കേസൊക്കെ നടക്കും. നീ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. നിന്റെ പ്രശ്നം കുറച്ച് ആനപ്പിണ്ടല്ലേ, അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. എങ്ങനെയാ? എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട്, അയ്യപ്പൻ, പഴയ ആനപ്പാപ്പാന. അവൻ വിചാരിച്ചാ കിട്ടാത്ത ആനപ്പിണ്ടൊന്നും തൃശ്ശൂരില്ല മോനെ. നീ അയ്യപ്പനെ ഒന്ന് വിളിക്കേ. ഈ ആനപ്പിണ്ടല്ല അപ്പാപ്പ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ എന്നിട്ടാ ഗ്രേസി, നീ ആ ബോക്സ് എടുത്തേ. ഇപ്പൊ ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഇത് തരാൻ കൂടിയാണ് നിന്നോട് ഇന്ന് വരാൻ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? പറയടാ. അതാ ഞാൻ പറഞ്ഞത്. ഇനി ഒരെണ്ണടി. എനിക്ക് ഒന്നും വേണ്ടായിരുന്നു അപ്പാപ്പ. നീ അങ്ങനെ പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കലടാ ജോയ്. എന്റെ മനസ്സിലെ സ്നേഹം മുഴുവൻ നിനക്കാടാ. ഞാൻ അപ്പാപ്പനെ വല്ലാണ്ട് മിസ് ചെയ്യും. താങ്ക് യു. താങ്ക്സ്. തുറന്നു നോക്കടാ. നിന്റെ അമ്മാമ്മയുടെ കൊന്തമാലയായിട്ട് നീയാ ഇനി ഇത് സൂക്ഷിക്കേണ്ടത്. പിന്നെ എന്റെ അന്നാമ്മയുടെ ഓർമ്മ ദിവസം നിങ്ങൾ എല്ലാവരും മറക്കാതെ പള്ളി പോണം. ഓൾ ദി വെരി ബെസ്റ്റ് ജോയ്. പുണ്യാളൻ അഗർബത്തീസ് വർക്കൗട്ട് ആവും, എനിക്ക് ഉറപ്പുണ്ട്. മോനെ, നിന്റെ നല്ല മനസ്സുകൊണ്ടാടാ എനിക്ക് ഗ്രേസിയെ പോലൊരു മാലാഖയെ കിട്ടിയത്. ഒന്ന് പോയി ചായ. മാലാഖല്ല, പിശാചാണ്. ഞാനൊന്ന് ഇറങ്ങട്ടെ പാപ്പ. ഇതവക്ക് ഭയങ്കര ഇഷ്ടാവും. സർപ്രൈസ് അല്ലേ? ഫ്ലൈറ്റിലൊക്കെ പിടിച്ചിരുന്ന രണ്ടാളും. എന്തൊട്ട് പരിപാടിയാ ജോയേട്ടെ കാണിച്ചേ? ഇതെവിടെയായിരുന്നു? കോടതിയിൽ കേസ് ഇപ്പൊ വിളിക്കും. ഒന്നും പറയണ്ടാ, അപ്പാപ്പനെ എയർപോർട്ടിൽ കൊണ്ട് വിടേണ്ട വന്നു. പിന്നെ കൊച്ചിയിലെ കുഴിയിൽ വീണ് ചാകാതിരുന്ന ഭാഗ്യം ഗ്രീന്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മാറ്റർ വരാതിരുന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ചേട്ടാ, അവരെ കണ്ട? ആ വണ്ണുള്ളത് RIP തൃശൂർ ജില്ലാ സെക്രട്ടറി KC മാത്യൂസ്. നമ്മുടെ കേസിൽ 1ാം പ്രതിയാ. ഈ വരുന്ന ബൈ ഇലക്ഷനിൽ RIP കാൻഡിഡേറ്റ് എന്നാ കേക്കണേ. ജയിച്ച തൃശൂർ മേയറാ. ആള് പുലിക്കുട്ടിയാ. ടിവിയിൽ കണ്ടിട്ടുണ്ട്. അതിനടുത്തുള്ളത് 2ാം പ്രതി RIPB ജില്ലാ പ്രസിഡന്റ് പപ്പൻ കോട്ടപ്പുറം. പുലിയ? ഉപ്പുലിയാ. കണ്ടില്ല. ആ പൊക്കമുള്ളവൻ ADB ജില്ലാ കൺവീനർ നന്ദൻ കാവിൽക്കോട്ട. സൈസ് കണ്ടൊന്നും പേടിക്കണ്ട, ആള് വാഴ. കൂടിയുള്ളത് അവരുടെ പാർട്ടി വക്കീല് ഹസൻ മരക്കാർ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അതിന് പിന്നാലെ. പുലിയല്ല, സിംഹഗടി. നിനക്കൊരു കാശ് വല്ലതും തന്നാ? ഇല്ല. പിന്നെന്തൊട്ടാ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലണേ? എല്ലാരും ഉണ്ടല്ലോ. സുഖല്ലേ കേശേ? 12 മണിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇതിപ്പോ തീരില്ലേ? എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം? എനിക്ക് നീതി വേണം യുവർ ഓണർ. കുറച്ചു ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലേളോ. ഇങ്ങനെ എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ? അല്ലേ കേശേ? യുവർ ഓണർ, തികച്ചും ജനാധിപത്യ വിരുദ്ധവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഈ കേസ്. അതെന്താ? ഒന്നാമതായി, ആനപ്പിണ്ടം പോലെ ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ചന്ദനത്തിരി പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ദാറ്റ് ക്വസ്റ്റ്യൻസ് ദി വെരി ബേസിസ് ഓഫ് ദിസ് കേസ്. അത് പറ്റും. കുറച്ചു കാലം അയാൾ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പ്രൂവൻ ടെക്നോളജിയാണ് അല്ലേ വക്കീലെ? Yes, Your Honor. Resubmitting the proof of the same once again. അതോടൊപ്പം RIPAയും RIPBയും ADBയും സംയുക്തമായി നടത്തിയ ഹർത്താലിൽ എന്റെ കക്ഷിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റും ഹിയർബൈ സബ്മിറ്റിംഗ്. റെഡിയാക്കാം. 1 കോടി രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തന്നെ കോടതി അവഹേളിക്കുന്നതിന് തുല്യമാണ് യുവർ ഓണർ. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഹർത്താലുകൾ.
അങ്ങനെയുള്ള ഹർത്താലുകളെയും ഹർത്താൽ നടത്തുന്ന പാർട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ ഒരു സാമൂഹ്യ ദ്രോഹിക്ക് മാത്രമേ കഴിയൂ. എന്താ താക്കോൽക്കാരൻ, ഹസ്സം പറയണത് കറക്റ്റ് അല്ലേ? അല്ല യുവർ ഓണർ, പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിന് പുറത്തേക്ക് ഇറങ്ങാത്തത്. എന്തൊട്ട് സോഷ്യൽ കോസ് എന്നാണ് ഇവര് പറയണേ. നോൺസെൻസ്. അല്ല യുവർ ഓണർ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റാണിത്. എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത്? യുവർ ഓണർ, ആ ലിസ്റ്റ് നോക്കിയാ പെട്രോൾ വില കൂട്ടിയതിന് 13 തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് ഈ കൊല്ലം. എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ? ഇല്ല. എന്തിന്? പനിക്കെതിരെ വരെ ഹർത്താൽ നടത്തിയിട്ടുള്ള ടീംസ് ആണ് ഇവര്. ക്യാൻ യു ബിലീവ് ഇറ്റ്? വേറൊരു കാര്യം അറിയോ യുവർ ഓണർ, എന്നെ ഈ കേസിന് സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഒരു പാർട്ടി എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് 2 lakhs rupees ആണ് കൈക്കൂലിയായിട്ട്. പേഴ്സണൽ ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടാ കിട്ടിയോട്ടെ വീട്ടിൽ കൊണ്ട് തരാം. 5-ാം തീയതിക്ക് മുമ്പായിട്ട് ദേവസ്ഥയിൽ ആനപ്പിണ്ട് എടുക്കണമെന്ന് ഇവിടുന്ന് തന്നെയല്ലേ വിധിച്ചേ? ഞാനത് ചെയ്യാൻ ശ്രമിച്ചാണോ ഇത്ര വലിയ തെറ്റ്? ഹൈദരാബാദിലും ഡൽഹിയിലും ഇവരുടെ ഓരോ നേതാക്കന്മാരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തതിന് ഓൾ ഇന്ത്യ ഹർത്താല്. 4-ാം തീയതി ഈ പറഞ്ഞ ഹൈദരാബാദിലും ഡൽഹിയിലും ഹർത്താൽ ഇല്ലായിരുന്നു യുവർ ഓണർ. ഈ ലോകായ ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രം കൊണ്ടാടുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇവര് ഹർത്താല് പ്രഖ്യാപിക്കണു, ഒരു സംസ്ഥാനം മുഴുവനും കുപ്പി മേടിച്ച് വീട്ടിലിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു. എന്തുട്ട് തേങ്ങിയത്? ഇതൊക്കെ ശരിയാണോ? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ യുവർ ഓണർ. ഞങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കണേ? ചൂടാവല്ല കേസി, അയാൾ പറയണത് പോയിന്റ് അല്ലേ? എവിഡൻസ് ടു പ്രൂവ് ദ സെയിം യുവർ ഓണർ. RIP പ്രവർത്തകരും ADB പ്രവർത്തകരും ചേർന്നാണ് എന്റെ കക്ഷിയെയും കക്ഷിയുടെ സ്ഥാപനത്തെയും ആക്രമിച്ചത്. ഇതിൽ പറയുന്ന ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൾ ഷിബു എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യണം യുവർ ഓണർ. അത് അനാവശ്യമാണ് യുവർ ഓണർ. രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോണ്ടേ? കേസ് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. സാബും പൊറിഞ്ചൊക്കെ വെറുതെ ഇരിക്കല്ലേ വീട്ടില്, കോടതിയിലൊന്ന് വന്നു പോട്ടെന്നേ. നെക്സ്റ്റ് ഹിയറിംഗ് ഓൺ 25th. സംസാരവും വാദവും നന്നായി. പണ്ട് ഇതുപോലെ ഹർത്താലിനെതിരായി ഞാനൊരു കേസ് കൊടുത്തതാ, ഒന്നും നടന്നില്ല. എനിക്ക് പറ്റാത്തത് ജോയ്ക്ക് സാധിക്കട്ടെ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഒരു മടിയും കണക്കാക്കണ്ട. വരട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഗാന്ധിയുടെ മൂപ്പര്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. ഞാൻ KC മാത്യൂസ്. വിചാരിച്ച പോലെയല്ല, ആളും എടുക്കനാട്ടോ. ഞങ്ങളൊക്കെ നിർത്തി പൊരിച്ചു കോടതിയില്. RIPയോടുള്ള നിന്റെ കളിയേ, അത് RIP അവളെ കളിച്ചക്ക ഓർത്തട്ടാ. വിടടോ, ഇവൻ നമ്മുടെ ചെക്കനല്ലേ, കാണാട്ടോ ചെയ്യേ. പുതിയോരോ വിത്തുമുളക്കാണേ. ഇനി ഒരൊറ്റ കയ്യേ ബാക്കിയുള്ളോട്ടോ ജോയേട്ടാ. ഗ്രീനുവേ, എന്താ ജോയേട്ടാ? നീ നമ്മുടെ ആമയുടെ മുയലിനെ കഥ കേട്ടില്ല? പിന്നെ മുയല് ശക്തനാന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലടാ ആമ പന്തയത്തിന് ഇറങ്ങിയ. ഈ റേസ് നമുക്കൊന്ന് ഓടി നോക്കടാ. എന്തേ വേണം? എന്തുട്ടാ പേടിയുണ്ടാ? ഒരു മരവിപ്പ്. ശരിയാവും.
ജയ് മഹാകാളി. ജയ് മഹാകാളി. മോളെ, നീ എവിടാ താമസിക്കുന്നത്? അവിടെയാണ്. വരുന്നോ എന്റെ കൂടെ? മോൾക്ക് ഞാൻ കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങൾ തരാം, മിഠായിയും തരാം. മോൾക്ക് വളരെ ഇഷ്ടമല്ലേ? ഓക്കേ. ജയ് മഹാകാളി. ഇത് വാങ്ങിക്കോളൂ, വാങ്ങിക്കോളൂ, മിഠായി വാങ്ങിക്കോളൂ. മഹാകാളിയുടെ പ്രസാദമാണ്. കഴിച്ചോളൂ മോളെ, കഴിച്ചോളൂ, പേടിക്കണ്ട, വാങ്ങിക്കോളൂ. എന്താ ആലോചിക്കുന്നത്? എടുത്തോളൂ, പ്രസാദമാണ്. കഴിക്ക്. എന്താ ആലോചിക്കുന്നത്? കഴിച്ചോളൂ, കഴിക്കുമോളെ. ഇത് മഹാകാളിയുടെ പ്രസാദമാ. കഴിക്ക്, കഴിച്ചോളൂ. ജയ് മഹാകാളി. ഇനി എൻ്റെ കൂടെ വാ, വരൂ എൻ്റെ കൂടെ.